30,000 കോട്ടിങ് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇത്രയും ഷൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് കോട്ടിങ് ചെയ്തുകൊണ്ടല്ലേ? അതെ. പക്ഷേ അതിന് മുന്നത്തെ അവസ്ഥ ഇതാണ്. നമ്മൾ വാഷിന് വണ്ടി എടുത്തപ്പോൾ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് വണ്ടിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇതൊരു പ്രീമിയം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടൊരു നല്ലൊരു കോട്ടിങ് ചെയ്ത വെഹിക്കിളാണ്. ഇത് കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ ടൈമിൽ ഇതിപ്പോൾ ആർക്ക് കണ്ടാലും മനസ്സിലാവും ഹാർഡ് വാട്ടർ സ്പോട്ടാണ്. ഹാർഡ് വാട്ടർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർവെൽ അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ഉള്ള ഏതൊരു സ്ഥലത്തും നമ്മൾ വണ്ടി വാഷ് ചെയ്താൽ അല്ലെങ്കിൽ വെള്ളം അതിൽ വണ്ടിയിലോട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വാട്ടർ സ്പോട്ട് വരും ഡ്രൈ ആയി കഴിഞ്ഞാൽ. സോ അതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഫുൾ ലെങ്ത് വീഡിയോ തന്നെയാണ്. ഫുൾ ലെങ്ത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ വാഷ് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു മെയിൻറ്റെയിൻ, അതായത് നമ്മുടെ കോട്ടിങ്ങിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്കഷനും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, നമ്മൾ വളരെ പൈസ മുടക്കി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടിങ്ങുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വാഹനത്തിനോട് ഇഷ്ടമുള്ള, വാഹനത്തിന് കെയർ കൊടുക്കുന്ന ഏതൊരു കസ്റ്റമറും ഏതൊരു ഇൻഡിവിജ്വലും ചെയ്യുന്നൊരു കാര്യം, വണ്ടി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം, സം പീരീഡ് ഓഫ് ടൈം നമ്മൾ ആ വെഹിക്കിളിൽ ഒരു കോട്ടിങ് നമ്മൾ ചെയ്യാൻ കമ്പൽസറി ആണെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ മാർക്കറ്റിൽ നമ്മുടെ കോട്ടിങ്സ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു 2 ഡീറ്റെയിലേഴ്സ് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല. അത്രയും പോപ്പുലറാണ്, അത്രയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഏതൊരു പഞ്ചായത്തിലും ഒന്നിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഷോപ്പുകൾ വരുന്നൊരു കാലത്തേക്ക് പറ്റിയും കൂടെയാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു സമയത്ത് ഡീറ്റെയിലിംഗ് വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പമായിട്ടും നമ്മളിലേക്ക് എത്തും, അല്ലെങ്കിൽ നമുക്കത് പോയി ചെയ്യാമെന്നുള്ള സിറ്റുവേഷനിൽ ആരായാലും ഒരു പുതിയൊരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ കോട്ടിങ് ചെയ്യാനേ ശ്രമിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോട്ടിങ് ചെയ്യുക, പിന്നെ അത് മറന്നു കളയുക. ഏതൊരു കോട്ടിങ്ങും അതിനിപ്പോൾ 30,000, 40,000, 1,00,000 രൂപയുടെ PPF ചെയ്താലും അത് എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ലൈഫ് കൂടുക തന്നെയാണ് ചെയ്യുക. കമ്പനി ഒരു സെറാമിക് കോട്ടിങ്ങിന് 3 ഇയർ, 4 ഇയർ, 5 ഇയർ വാറണ്ടി പറയുന്നുണ്ടായിരിക്കാം. ആ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ നിശ്ചിത കാലയളവിൽ, ഒരു 4 to 5 ഇയേഴ്സിൻ്റെ കാലയളവിൽ പ്രോപ്പറായിട്ട് നമുക്ക് വെഹിക്കിളിനെ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു കോട്ടിങ്ങും നല്ല റിസൾട്ട് തന്നെ തരും. പക്ഷെ നമ്മളിവിടെ ചെയ്യാതിരിക്കുന്നതും മെയിൻറ്റെയിനിങ് തന്നെയാണ്. നമ്മളൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾക്കില്ല. സത്യം പറയാൻ നമുക്കതൊരു ശീലമേ അല്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ്റെ മെയിൻ പോയിന്റ് തന്നെ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം വെഹിക്കിൾ. അതിപ്പോൾ കോട്ടിങ് ചെയ്തതാവാം ചെയ്യാത്തതാവാം, അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ ഈ വാട്ടർ മാർക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു പെർമനൻറ്റ് സ്പോട്ട് തന്നെ ആയിട്ട് നിൽക്കും. സോ ഈ ബോർവെല്ലുള്ള ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്ന സർവീസ് സ്റ്റേഷനുകളിൽ പോവാതിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റ്സിലോ ഇത് വാട്ടർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വെഹിക്കിൾ വാഷ് ചെയ്യാതിരിക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾക്ക് വാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നോ പ്രോബ്ലം. പക്ഷേ ആ വാട്ടർ കൊണ്ട് നമ്മൾ ഒരു വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. ഇപ്പോൾ ഈ കണ്ട പോലുള്ള വാട്ടർ സ്പോട്ടുകൾ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ വെഹിക്കിളിൽ പറ്റിപ്പിടിക്കും. നമുക്ക് ഒരിക്കലും കോട്ടിങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല. നിശ്ചിത ഒരു പെർട്ടിക്കുലർ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെയിൻ, അല്ലെങ്കിൽ ഒരു ബേർഡ് ഡ്രോപ്പിങ്സ്, ട്രീ സാപ്പ്, ഗമ്മാവാം, ടാറാവാം, എന്തെങ്കിലും നമ്മുടെ വാഹനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു കാർ കെയർ സർവീസ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ കാർ കെയർ ഷോപ്സിൽ പോയിട്ട് വെഹിക്കിൾ വാഷ് ചെയ്യുക. അവർക്ക് ബേസിക്കലി മനസ്സിലാവും എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്, ഒരു വെഹിക്കിളിൽ നമുക്ക് എന്ത് കെയറാണ് കൊടുക്കേണ്ടത്, കോട്ടിങ് ചെയ്ത വെഹിക്കിളിൽ എന്ത് ചെയ്യണം, കോട്ടിങ് ചെയ്യാത്ത വെഹിക്കിളിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇത് മനസ്സിലാക്കുന്നതാണ് കാർ കെയർ ഷോപ്സ്. സോ ദയവായി ഇത്രയും പ്രീമിയം ആയിട്ടുള്ള കോട്ടിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ദയവായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. നമ്മൾക്ക് തന്നെ വരണം, നമ്മൾ തന്നെ വാഷ് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നോ, ഏതൊരു സർവീസ് സ്റ്റേഷനിലും പോവാം. പക്ഷേ അവർ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ വെഹിക്കിൾസിന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു കോട്ടിങ്ങും നല്ലത് തന്നെയാണ്. കോട്ടിങ് ചെയ്യാത്തവർക്കും നമ്മൾക്കൊരു കോട്ടിങ്ങിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പാക്കേജസും വാഷ് പാക്കേജസും ഒക്കെ ഇവിടെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാഡർ സിനിമാസിലോട്ട് നേരിട്ട് വരാം. സോ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ പേജിൽ തന്നെയുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ വെഹിക്കിൾസിന് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷനും കെയറും നമുക്ക് നൽകാൻ പറ്റുന്നതാണ്.